ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി പോകുന്നത് റഷ്യയിലേക്കാണെങ്കിൽ രാഹുൽ ഗാന്ധി പോകുന്നത് മണിപ്പൂരിലേക്കും, സംഘർഷങ്ങളുടെ മുറിവുണങ്ങാത്ത മണിപ്പൂരിലേക്ക്. കലാപം നടന്നതിന് ശേഷം രാഹുൽ 3-ാം തവണയാണ് മണിപ്പൂർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇത്രയും വലിയ കലാപം നടന്നിട്ടും ഒരു വട്ടം പോലും മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. 2023 മെയ് 3-നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അന്നു മുതൽ ഇന്ന് വരെയും കേവലം മണിക്കൂറുകൾ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ മോദി തുനിഞ്ഞിട്ടില്ല. എന്തിനേറെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ കൂടിയായ മണിപ്പൂരിലെ മുഖ്യമന്ത്രിയെ കാണാനോ അവിടുത്തെ MLA-മാരെയോ MP-മാരെയോ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണാനോ മോദി ഇതുവരെയും തയ്യാറായിട്ടില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആസമിലേക്കും മണിപ്പൂരിലേക്കും പോകുമ്പോൾ മോദി ഇന്ന് മോസ്കോയിലേക്കാണ് പോകുന്നത്. മോദിയാണ് റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചത് എന്നാണ് മോദിയുടെ സ്തുതിപാഠകർ അവകാശപ്പെട്ടത്. ഈ മോസ്കോ യാത്ര കൂടുതൽ വിചിത്രമായ അവകാശവാദങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ഇങ്ങനെയാണ് പരിഹസിച്ചത്. ഇത് 3-ാം തവണയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോകുന്നതെന്നും ജയറാം രമേശ് എടുത്തു പറഞ്ഞു. ജൂൺ 6-ന് വീണ്ടും സംഘർഷഭരിതമായ ജിരിബാം ഗ്രാമമാണ് രാഹുൽ സന്ദർശിക്കുക. ഇംഫാലിൽ വിമാനമിറങ്ങിയ ശേഷം അദ്ദേഹം ആദ്യം ചുരാചന്ദ്പൂർ ജില്ലയിലേക്കാണ് പോകുക. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി അദ്ദേഹം സംവദിക്കും. കൂടുതൽ ലോക്സഭാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.